നമസ്കാരം. ദ പ്രസ് ആരംഭിക്കുകയാണ്. മാതൃഭൂമി ദിനപത്രത്തിലെ വാർത്തകളിലൂടെയാണ് ആദ്യം പോവുക. മാതൃഭൂമി ഇന്നത്തെ ഒന്നാമത്തെ പേജ് നിരവധിയായിട്ടുള്ള വാർത്തകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് അത് സമ്പന്നമാക്കിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത് വൈസ് ചാൻസലർ VC നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഗവർണറെ കുടഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ ഇന്നലെ ഒരു നിരീക്ഷണം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വാർത്ത. പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിപ്പോയ ആളുകളെ രക്ഷപ്പെടുത്തിയ വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത. അങ്ങനെ നിരവധിയായിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു ഒന്നാം പേജാണ് മാതൃഭൂമി തയ്യാറാക്കിയിരിക്കുന്നത്. വാർത്തകളിലേക്ക് വന്നാൽ, ഗവർണറെ കുടഞ്ഞു, ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ രൂക്ഷ വിമർശനം എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി മാതൃഭൂമി നൽകിയിരിക്കുന്നത്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമന കാര്യത്തിൽ തീരുമാനം വൈകുന്നതിൽ ഗവർണറെ വിമർശിച്ച സുപ്രീം കോടതി എന്നുള്ളതാണ് അതിന്റെ ആദ്യ പാരഗ്രാഫിൽ തന്നെ പറയുന്നത്. VC നിയമനത്തിന് റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് സുധാംശു ധൂലിയയുടെ അധ്യക്ഷത ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ സെർച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട്, അതിന് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ആ നിർദ്ദേശപ്രകാരം ഉള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. ജസ്റ്റിസ് ധൂലിയ നൽകിയത് വെറും കടലാസ് കഷ്ണമല്ല എന്നുള്ള രൂക്ഷമായിട്ടുള്ള ഭാഷയിലുള്ള പ്രതികരണവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സർക്കാരും ഗവർണറും തമ്മിലെ VC തർക്കത്തിൽ അത് നീണ്ടുപോയ ഒരു ഘട്ടത്തിലാണ് അത്തരത്തിൽ ഒരു സെർച്ച് കമ്മിറ്റിയെ സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷമുള്ള നടപടിക്രമങ്ങളായിരുന്നു. സെർച്ച് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഗവർണറുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ പാലിക്കുന്ന നിലയുണ്ടായില്ല എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. ആ കാര്യം തന്നെയാണ് പ്രധാനമായും കോടതിയുടെ നിരീക്ഷണം അത് പ്രധാനമായും തന്നെ എടുത്ത് കാണിച്ചിട്ടുമുണ്ട് വാർത്തയിൽ. ഒപ്പം തന്നെ ഗവർണറുടെ പ്രതികരണവും ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകുന്നുണ്ട്. മുഖ്യമന്ത്രി മെറിറ്റ് പാലിച്ചില്ല എന്നുള്ളതാണ് ഗവർണർ ഉന്നയിക്കുന്ന വാദം. VC നിയമനത്തിന് ജസ്റ്റിസ് സുധാംശു ധൂലിയ നൽകി സമിതി കൈമാറിയ പാനലിൽ നിന്നും മെറിറ്റ് പരിഗണിക്കാതെയാണ് മുഖ്യമന്ത്രി പേരുകൾ നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന ആണ് ചാൻസലർ ആയിട്ടുള്ള ഗവർണർ ആരോപിക്കുന്നത്. സെർച്ച് കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളുടെ മുഴുവൻ രേഖകളും കൈമാറാൻ ജസ്റ്റിസ് ധൂലിയയ്ക്ക് നിർദ്ദേശം നൽകണമെന്ന് ഗവർണർ കോടതിയിൽ നൽകിയ അപേക്ഷയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി യോഗ്യത പാലിച്ചിട്ടില്ല എന്നാണ് ഗവർണറുടെ നിലപാട് എന്നുള്ളതും ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇന്നും ആ വാർത്തകൾ തന്നെയാണ് തുടരുന്നത്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വാർത്ത മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ എന്നൊക്കെ പറയുന്നത് മുൻകൂർ ജാമ്യം തേടി രാഹുൽ പോകുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പ്രധാനപ്പെട്ട വാർത്ത ഒന്നാമത്തെ പേജിൽ മാതൃഭൂമി നൽകുന്നുണ്ട്. ഇതിന്റെ അനുബന്ധ വാർത്തകൾ ഉൾപേജുകളിലും നൽകിയിട്ടുണ്ട്. മാധ്യമം നോക്കുകയാണെങ്കിൽ മാധ്യമത്തിലും അതിന് സമാനമായ രീതിയിൽ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ആ വാർത്ത നൽകുന്നു. ഒപ്പം തന്നെ ഉൾപേജുകളിലും ഒക്കെ തന്നെയും ആ വാർത്ത നൽകും. നമുക്ക് ആ വാർത്തയിലേക്ക് പോയാൽ, മുൻകൂർ ജാമ്യം തേടി രാഹുൽ എന്നുള്ളതാണ് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. അപ്പൊ അതിന് നിരവധിയായിട്ടുള്ള ബുള്ളറ്റ് പോയിന്റ്സിൽ ചില പ്രത്യേക കാര്യങ്ങളും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് രാഹുലിന് വേണ്ടി. ഒപ്പം തന്നെ പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പം രാഹുൽ ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. അതിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ആ മുൻകൂർ ജാമ്യത്തിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും ഒരു ബോക്സ് ആയി തന്നെ നൽകിയിട്ടുണ്ട് മാതൃഭൂമി അവരുടെ ഒന്നാമത്തെ പേജിൽ. ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല എന്നുള്ളതാണ് അതിന് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുലിന്റെ വാദങ്ങൾ ഇവയൊക്കെയാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട വാദങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: വിവാഹിതയായ യുവതിയുടെ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല, അവരുടെ ഭർത്താവാണ്. ഗർഭചിത്രം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തത്. പരാതിക്ക് പിന്നിൽ CPM BJP ഗൂഢാലോചനയാണ്. യുവതിയുടെ ഭർത്താവ് BJPയുടെ പ്രാദേശിക നേതാവാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാതെ തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതിൽ ഗൂഢാലോചനയുണ്ട്, അതിൽ ദുരൂഹതയുണ്ട്. എതിർ രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാധീനമുള്ള സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ഈ യുവതി. പരാതി നൽകിയില്ലെങ്കിൽ സ്ഥാപനത്തിൽ തുടരാനാകില്ലെന്ന് മാനേജ്മെന്റ് അറിയിച്ചതായുള്ള യുവതിയുടെ ശബ്ദ സന്ദേശം അടക്കം ഹാജരാക്കാൻ തയ്യാറാണ്. ഒപ്പം ശബരിമല സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ട് അതിനെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ കേസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്
രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന വാർത്തയിലേക്ക് വന്നാൽ, യുവതിയുമായുള്ള ലൈംഗിക ബന്ധം സമ്മതിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം തേടി തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ ഹർജിയിലാണ് പരാതിക്കാരിയുമായുള്ള ബന്ധം രാഹുൽ സമ്മതിക്കുന്നത്. യുവതിയുമായി പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധം പുലർത്തിയതിൽ നിയമപരമായി തെറ്റില്ല എന്നും രാഹുൽ വാദിക്കുന്നുണ്ട്. ജാമ്യ ഹർജി ഫയലിൽ സ്വീകരിച്ചു. ശനിയാഴ്ച കോടതിയുടെ പരിഗണനയ്ക്ക് എത്തും. ഹർജി നൽകിയിട്ടുണ്ടെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾക്കൊന്നും തന്നെ തടസ്സമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ആ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള നടപടികളാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇയാൾ പുറത്തേക്ക് പോകുമോ, രാജ്യത്തിന് പുറത്തേക്ക് തന്നെ പോകാനുള്ള സാധ്യതയുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അതിൽ തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ രാഹുൽ പാലക്കാട് തന്നെ ഉണ്ട് എന്നുള്ളൊരു നിഗമനവും അന്വേഷണ സംഘത്തിനുണ്ട്. കാരണം ജില്ല വിട്ട് പുറത്തു പോയെന്നാൽ മുൻകൂർ ജാമ്യത്തിന് തിരിച്ചടി ഉണ്ടായേക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ രാഹുൽ അവിടെ തന്നെയാണ്, അല്ലെങ്കിൽ പാലക്കാട് തന്നെയാണ് എന്നുള്ള ഒരു അല്ലെങ്കിൽ ആ ഒരു നിഗമനവും അന്വേഷണ സംഘത്തിനുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ, അതയും താണ്ടി പുനിതമാനത് എന്നുള്ള തലക്കെട്ടിലാണ് ഒരു വാർത്ത നൽകിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 120 അടി ഉയരെ സ്കൈ ഡൈനിങ്, 2.5 മണിക്കൂർ ഹൈ ടെൻഷൻ എന്നുള്ളതാണ് ആ വാർത്തയിൽ നൽകി. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിപ്പോയ ഒരു കുടുംബം, അവരെ രക്ഷപ്പെടുത്തിയത് 2.5 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ്. അത് കേരളം എല്ലാവരും തന്നെ വലിയ രീതിയിൽ ഭീതിയോടുകൂടി കണ്ട ഒരു സംഗതി കൂടിയായിരുന്നു. എന്തായാലും ആ വാർത്ത മാതൃഭൂമി വളരെ മനോഹരമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. കേരളം കണ്ണിവ ചിമ്മാതെ നോക്കി നിന്ന രക്ഷാദൗത്യമായിരുന്നു അത്. പലരും മഞ്ഞുമൽ ബോയ്സ് സിനിമ ഓർത്തു. മൂന്നാറിന്റെ ആകാശ കാഴ്ചകൾ കണ്ട് ആഹാരം കഴിക്കാൻ ട്രെയിനിൽ 120 അടി ഉയരത്തിൽ ഘടിപ്പിച്ച പ്ലാറ്റ്ഫോമിൽ കയറി കുട്ടികളടക്കമുള്ള കുടുംബം കുടുങ്ങിപ്പോയത് 2.5 മണിക്കൂർ. തൂങ്ങിയാടുന്ന പ്ലാറ്റ്ഫോം പൊട്ടി വീണാലോ എന്ന ഭീതി അകത്തും പുറത്തും. വിറങ്ങലിച്ചും നെഞ്ചിടിപ്പോടെ പ്രാർത്ഥിച്ചും മുകളിലേക്ക് നോക്കി നൂറുകണക്കിന് ആളുകൾ. പക്ഷേ ആകാശത്തോളം ഉയരമുള്ള ആ പ്രതിസന്ധിക്കിടയിലും രക്ഷാകരവുമായി കേരളത്തിന്റെ അഗ്നിരക്ഷാസേന എത്തി. പിന്നെ വെറും അരമണിക്കൂർ. ബംഗളൂരുവിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് സഫാൻ, ഭാര്യ തൗഫിയ, മക്കളായ ഇവാൻ, ഇനാര എന്നിവരും സ്ഥാപനത്തിലെ ജീവനക്കാരി ഹരിപ്രിയയും ഒരു പോറൽ പോലും ഏക്കാതെ താഴേക്കെത്തി. മൂന്നാറിനടുത്ത് ആനച്ചാലിൽ പ്രവർത്തിക്കുന്ന സാഹസിക വിനോദസഞ്ചാര കേന്ദ്രമായ സദേൻ സ്കൈ ഡൈനിങ്ങിലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും ഇന്നലെ വലിയ രീതിയിൽ ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെ ലൈവായി തന്നെ ആ രക്ഷാദൗത്യം നൽകുന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ വളരെ ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരുന്ന, അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഈ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത്. അവരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവർ അത്തരത്തിൽ കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് ആ വാർത്തയുടെ എഴുത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സ്കൈ ഡൈനിങ് ഈ ക്രെയിനിൽ ഉയരത്തിൽ ഘടിപ്പിച്ച ഒരു പ്രത്യേകതരമായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഇരുന്ന് ഈ ആകാശ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഉള്ള സൗകര്യമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേക പേടകത്തിലാണ് സഞ്ചാരികളെ മുകളിലേക്ക് എത്തിക്കുന്നതും താഴേക്ക് ഇറക്കുന്നതൊക്കെ ചെയ്യുന്നത്. മൂന്നാറിലെ പ്ലാറ്റ്ഫോമിന്റെ ഉയരം എന്ന് പറയാൻ 120 അടി ആണ് എന്നുള്ളതും അങ്ങനെ പ്രധാനപ്പെട്ട വാർത്തയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അതോടൊപ്പം തന്നെ ചേർത്ത് നൽകിയിട്ടുണ്ട്. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, സോളാർ കേസിലെ പ്രതിയുടെ കത്ത് പിടിച്ചെടുത്തത് 25 അല്ല 21 പേജ് എന്ന് മൊഴി. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ കേസ് നിലനിൽക്കുന്ന ഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി UDF-ഉം കോൺഗ്രസും ഒക്കെ കൊണ്ടുവരുന്ന ഒരു സംഗതി എന്ന് പറയുന്നതും ആ സോളാർ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും അതും ഈ ഘട്ടത്തിൽ വാർത്തയിൽ വരുന്നതിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളത് കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. പോലീസ് കസ്റ്റഡിയിലിരിക്കെ സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി ലൈംഗിക പീഡനം ആരോപിച്ച് എഴുതിയ കത്തിൽ 21 പേജേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ജയിൽ സൂപ്രണ്ടിന്റെ മൊഴി. പത്തനംതിട്ട ജില്ലാ ജയിൽ സൂപ്രണ്ട് വിശ്വനാഥ കുറുപ്പാണ് കൊട്ടാരക്കര കോടതിയിലെ വിചാരണയിൽ സുപ്രധാനമായ വെളിപ്പെടുത്തൽ നടത്തിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അപകീർത്തിപ്പെടുത്താൻ 4 പേജ് എഴുതി ചേർത്തുന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഈ മൊഴി എന്നുള്ളതാണ്. 21 പേജാണ് പ്രതി എഴുതിയതെന്ന് വ്യക്തമാക്കുന്ന രേഖകളും സൂപ്രണ്ട് ഹാജരാക്കിയിട്ടുണ്ട്. കേസിന്റെ വിചാരണ ഘട്ടത്തിലാണ് അത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പം
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഓപ്പറേഷൻ സിന്ധു സൈനിക ശക്തിയിൽ മുന്നേറി ഏഷ്യൻ പവർ സൂചികയിൽ ലോകത്ത് ഇന്ത്യ മൂന്നാമത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, രാജ്യത്തിന്റെ അഭിമാന വാനോളം ഉയർത്തുന്ന ഒരു വാർത്തയാണത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ പ്രധാന ശക്തിയായി വളർന്നുവെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഓസ്ട്രേലിയയിലെ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഏഷ്യ പസഫിക് മേഖലയിലെ 27 രാജ്യങ്ങളുടെ സൈനിക, സാമ്പത്തിക, നയതന്ത്ര വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. റിപ്പോർട്ടിൽ ഇത്തരത്തിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിറകിൽ മൂന്നാമതായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂർ ആണ് അതിൽ ആ ഒരു മുന്നേറ്റത്തിന് ആക്കം കൂട്ടിയിരിക്കുന്നത്, അതിനെ സഹായിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സാമ്പത്തിക വളർച്ചയിലും ഇന്ത്യ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നു. അതിൻ്റെ വാർത്തയും അതോടൊപ്പം തന്നെ ഈ ഒന്നാമത്തെ പേജിൽ തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. അത് രണ്ടാം പാദത്തിൽ കുതിപ്പ് 8.2% എന്നതാണ് ആ വാർത്ത. എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തി നടപ്പ് സാമ്പത്തിക വർഷം രണ്ടാം പാദത്തിൽ 8% മുകളിൽ വളർച്ച രേഖപ്പെടുത്തി ഇന്ത്യ. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ കണക്ക് പ്രകാരമാണ് ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ 8.2% വളർച്ച ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം കാകദൃഷ്ടി മാതൃഭൂമിയുടെ കാർട്ടൂൺ പങ്ക്തിയാണ്. അതിൽ വി.ഡി. സതീശനാണ് അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നലത്തെ കമൻ്റാണ് അതിൽ വിഷയമാക്കിയിരിക്കുന്നത്. രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്നലെ പറഞ്ഞിരുന്ന വലിയ രീതിയിൽ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും താൻ ആദ്യം പറഞ്ഞ നിലപാടുണ്ട്. ആ നിലപാട് അതിൽ ഒരു അടി പോലും പിന്നോട്ട് മാറില്ല. അറബിക്കടലിൽ ഇളകി വന്നാലും നിലപാടിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് വി.ഡി. സതീശൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കമൻ്റാണ് ഇന്നിപ്പോൾ കാകദൃഷ്ടിയിൽ വിഷയമാക്കിയിരിക്കുന്നത്. കടലമ്മ കരഞ്ഞല്ലേ പറ്റത് ഇരയ്ക്കൊപ്പം എന്നുള്ള ഒരു കുറിപ്പാണ് അതിൽ ചേർത്തിരിക്കുന്നത്. എന്തായാലും നാട്ടിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലം കൂടിയാണ്. അപ്പോൾ അതിൽ നാട്ടിലെ ആ നാട്ടങ്കം, അതിൻ്റെ ആവേശം മറുനാട്ടിലുമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ഒരു ഗൾഫ് ഫീച്ചർ എന്ന മാതൃഭൂമിയുടെ ആ പ്രത്യേക പേജിൽ അവർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാട്ടിലെയും ഇവിടത്തെയും ഒക്കെ കാര്യങ്ങളൊക്കെ കൂട്ടി ചേർത്തുകൊണ്ടുള്ള ഒരു പങ്ക്തിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ നിരവധിയായിട്ടുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. പ്രവാസികളെ വേണ്ട, കുടുംബങ്ങൾ വോട്ട് ബാങ്ക് എന്നുള്ള തലത്തിലുള്ള ചില സബ് ഹെഡ് വാർത്തകളും അതോടൊപ്പം തന്നെയുണ്ട്. 30 ലക്ഷം പ്രവാസികളിൽ വോട്ടവകാശം 2841 പേർക്ക് മാത്രമാണ് എന്നുള്ള ഒരു കാര്യം കൂടി ആ വാർത്തയിൽ ചൂണ്ടി കാണിക്കുന്നുണ്ട്. അപ്പം ഗൾഫ് വർത്തമാനം എന്ന മൂന്നാമത്തെ പേജിലേക്ക് വന്നാൽ അരികിലെത്തി ദേശീയ ദിനം രാജ്യമെങ്ങും ആഘോഷം എന്നുള്ള തലക്കെട്ടിലാണ് നാഷണൽ ഡേയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് അതിൻ്റെ ഒരുക്കങ്ങൾ. ഒപ്പം തന്നെ ആഘോഷത്തിലേക്ക് ഇനി രാജ്യം കടക്കുകയാണ്. അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളൊക്കെ തന്നെയും ഉണ്ട്. ഷാർജ ഇന്ത്യൻ സ്കൂളിലെ ആഘോഷത്തിൻ്റെ വാർത്തയും ചിത്രവും അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഷാർജ പോലീസിൻ്റെ ദേശീയ ദിനാഘോഷത്തിൽ നിന്ന് എന്നുള്ള ഒരു തലക്കെട്ടിൽ ഒരു ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ട് ആ വാർത്ത നൽകിയിരിക്കുന്നു. ഒപ്പം KMCC ഈദ് അൽ ഇത്തിഹാദ് ഫെസ്റ്റ് മംസാറിൽ എന്നുള്ള തലക്കെട്ടിൽ ഒരു വാർത്തയുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ഗൾഫ് വർത്തമാനം ത്തിന്റെ പേജിലാണ് ഇത് നൽകിയിരിക്കുന്നത്. അങ്ങനെ ദേശീയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ വിവിധങ്ങളായിട്ടുള്ള പേജുകളിലും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം നാട്ടങ്കം എന്നുള്ള ഈ ഒരു മാതൃഭൂമിയുടെ ഈ പങ്ക്തി എന്ന് പറയുന്നത് അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക വാർത്തകൾ നൽകുന്നതാണ്. അത് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള പേജുകളിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സ്ഥാനാർത്ഥികളില്ലാതെ BJP സ്വാധീന മേഖലയിൽ പോലും വലയുന്ന സാഹചര്യമുണ്ട് എന്ന തരത്തിൽ ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. ആ ഒരു പേജിൽ നഗരസഭകളിൽ 25%-ലേറെ സീറ്റുകളിൽ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും അതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒപ്പം രമേശ് ചെന്നിത്തല പര്യടനത്തിനിടയിൽ അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിക്കുന്ന ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ട് ചില വാർത്തകൾ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വാർത്തകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ നാട്ടങ്കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത, കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി 6% പലിശയിൽ വായ്പ, കാർഷിക സംരംഭകരെ കാത്ത് 1101 കോടി എന്നുള്ള തലക്കെട്ടിൽ ഒരു വാർത്തയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധിയിൽ കേരളത്തിലെ കർഷകരെയും കാർഷിക സംരംഭകരെയും കാത്ത് 1101 കോടി രൂപ. 5 വർഷം മുമ്പ് ആരംഭിച്ച പദ്ധതിയുടെ കാലാവധി മാർച്ചിൽ അവസാനിക്കുകയാണ് എന്നുള്ളതാണ് ആ വാർത്തയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിലേക്ക് വന്നാൽ
തീർപ്പാകേണ്ട തീർപ്പുകൾ എന്നുള്ള തലക്കെട്ടിലാണ് മാതൃഭൂമി എഡിറ്റോറിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയെ അസാധുവാക്കുന്ന വിധത്തിൽ മറ്റൊരു ബെഞ്ച് വിധി പുറപ്പെടുവിക്കുന്നതിലെ സന്നിഗ്ധകൾ ഏറെയായിട്ട് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ചർച്ചയാകുന്ന ഒരു കാര്യമാണ്. ആ വിഷയമാണ് പ്രധാനമായും മാതൃഭൂമി ഇതിൽ ഉന്നയിച്ചത്. സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾ രാജ്യത്തെ നിയമം തന്നെയാണ്. ഭരണഘടനയിലെ 141 അനുച്ഛേദം ഇത് സ്പഷ്ടമാക്കുന്നുമുണ്ട്. സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്ന നിയമം രാജ്യത്തെ മറ്റെല്ലാ കോടതികൾക്കും ബാധകമാണ് എന്നുള്ളതാണ് ഈ അനുച്ഛേദം വ്യവസ്ഥ ചെയ്യുന്നത്. എന്നാൽ സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയെ അസാധുവാക്കുന്ന വിധത്തിൽ മറ്റൊരു ബെഞ്ച് വിധി പുറപ്പെടുവിക്കുന്നതിലെ സന്നിഗ്ധതകൾ ഏറെയായി നിയമവൃത്തങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഈ പ്രവണത സുപ്രീം കോടതിയുടെ അധികാരത്തെയും വിശ്വാസ്യതയെയും ബാധിക്കുമെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എന്നുള്ളതാണ് എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒപ്പം വാർത്തയും വീക്ഷണവും എന്നുള്ള പേജിൽ രാഹുലിന്റെ പേരിൽ ബലാത്സംഗ കേസ് എന്നുള്ള തലക്കെട്ടിലാണ് ആദ്യത്തെ വാർത്ത നൽകി. ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. യുവതിയുടെ രഹസ്യമൊഴി ഇന്നലെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം മരുന്ന് എത്തിച്ചു കൊടുത്തത് ഇയാളുടെ സുഹൃത്താണ്, MLA സുഹൃത്താണ്. അയാളും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയാണ്, 2ാം പ്രതിയായിട്ടാണ് അയാളെ ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ജോബി ജോസഫ് എന്നാണ് ഇയാളുടെ പേര്. അയാളെയും പ്രതി ചേർത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയും ഇതിൽ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വീട്ടിലേക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം ഈ നിരവധിയായിട്ടുള്ള ശബ്ദ സന്ദേശങ്ങളൊക്കെ തന്നെയും പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിലേറ്റവും ദുരന്തത്തിൻ്റെ ഒരു അവസ്ഥ വിവരിച്ചത് 3ാമത്തെ ശബ്ദ സന്ദേശമാണ് എന്നുള്ളതാണ് ഈ വാർത്തയിൽ നൽകിയിരിക്കുന്നത്. ഇപ്പം മറ്റൊരു വാർത്ത, വളർത്തുമൃഗങ്ങളുമായി വിമാനത്തിൽ യാത്ര ചെയ്യാം എന്നുള്ള തലക്കെട്ടിൽ ഒരു വാർത്തയുണ്ട്. 10 കിലോയിൽ താഴെയുള്ളവയെ അകത്ത് കയറ്റാം എന്നുള്ളതാണ്. മൃഗസ്നേഹികളായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയായിരിക്കും. നായ, പൂച്ച തുടങ്ങിയ വളർത്തുമൃഗങ്ങളെ യാത്രക്കാർക്ക് നിബന്ധനകൾക്ക് വിധേയമായി കൊണ്ടുപോകാൻ എയർ ഇന്ത്യ വിമാനത്തിൽ അനുമതിയുണ്ട്. 10 കിലോയിൽ താഴെയുള്ള വളർത്തുമൃഗങ്ങൾക്ക് ക്യാബിനിൽ പറക്കാൻ കഴിയും എന്നുള്ളതാണ് ആ വാർത്തയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വിദേശ വാർത്തകളിൽ ഇന്നലെ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടൊരു വാർത്ത എന്ന് പറയുന്നത് അമേരിക്ക കുടിയേറ്റ നയത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ്. ഈ മൂന്നാം ലോക രാജ്യങ്ങളുടെ കുടിയേറ്റം മരവിപ്പിക്കുമെന്നുള്ള തൻ്റെ തീരുമാനം ട്രംപ് ഇന്നലെ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് അവിടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിലെ ഒരു ഉദ്യോഗസ്ഥ വെടിയേറ്റ് മരിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് ട്രംപ് എത്തുന്നത്. നേരത്തെയും ഇത്തരത്തിൽ കുടിയേറ്റം നിർത്തലാക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ട്രംപിൻ്റെ നിലപാട്. എന്തായാലും ആ നിലപാടിനെ കുറച്ചുകൂടി കടുപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ആ വാർത്തയിൽ ചൂണ്ടിക്കാണി. ഇന്നലെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വാർത്ത കൂടി. ആ വാർത്ത വിദേശം വാർത്തകൾ ഉള്ള ആ പേജിൽ നൽകിയിട്ടുണ്ട്. സ്പോർട്സ് പേജിലേക്ക് വന്നാൽ ഹോക്കിയിൽ ഇന്നലെ ചിലിയെ തകർത്ത് വലിയ ഗംഭീരമായിട്ടുള്ള വിജയമാണ് ഇന്നലെ വെള്ളിയാഴ്ച ഇന്ത്യ സ്വന്തമാക്കിയത്. അതിൻ്റെ തലക്കെട്ട് വളരെ ഗംഭീരമായി തന്നെ നൽകിയിട്ടുണ്ട് മാതൃഭൂമി. ഹോക്കി ജൂനിയർ ലോകകപ്പിൽ ചിലിയെ 7-0 തകർത്തത്. ആ വാർത്തയുടെ തലക്കെട്ട് ഫ്രൈഡേ എന്നുള്ളതാണ്. എന്തായാലും ചിലിയെ ഇന്നലെ ഫ്രൈ ചെയ്തു. അത് ഇന്നലെ വെള്ളിയാഴ്ച കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഫ്രൈഡേ എന്നുള്ളത് ആ തലക്കെട്ടിൽ വളരെ മനോഹരമായി തന്നെ അത് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഏകദിന മത്സരങ്ങൾ നാളെ ആരംഭിക്കാനിരിക്കുകയാണ്. കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീറിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇന്നലെ BCCI എന്തായാലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ തുടർ തോൽവികളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ, അദ്ദേഹത്തെ കൈവിട്ട് കളയാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ള കാര്യം BCCI വ്യക്തമാക്കിയിരുന്നു. അതും ഒപ്പം തന്നെ ഓപ്പണിങ്ങിലേക്ക് ജയ്സ്വാൾ എത്തുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാളെ ആരംഭിക്കാനിരിക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന മത്സരത്തിൻ്റെ വാർത്ത വളരെ കാര്യമായി തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. മാധ്യമം ദിനപത്രത്തിലെ വാർത്തകളിലേക്ക് കൂടി പോയെന്നാൽ മാധ്യമത്തിലും
പ്രധാനപ്പെട്ട വാർത്തകൾ മാതൃഭൂമി കൈകാര്യം ചെയ്തതുപോലെ തന്നെ ആണ്. ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിയ കുടുംബം അവരെ സാഹസികമായി രക്ഷപ്പെടുത്തി എന്നുള്ള വാർത്ത ഒരു വലിയ ബോക്സ് വാർത്തയായി തന്നെ ഏറ്റവും മുകളിലായി തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് രാഹുൽ തന്നെയാണ്. രാഹുലിനെ തേടി എന്നുള്ളതാണ് അതിന്റെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. MLA-ക്കായി ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നു. മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചു രാഹുൽ എന്നുള്ളതും ആ വാർത്തയുടെ സബ് ഹെഡുകളായി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും മാധ്യമം അവരുടെ ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്ന വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് വെച്ചിട്ടുണ്ട്. വിശ്വാസ്യത ഉപയോഗിച്ച് ബലാത്സംഗം ചെയ്യുക, ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് ബലാത്സംഗം ചെയ്യുക, തുടർച്ചയായിട്ടുള്ള ബലാത്സംഗം, നിർബന്ധിത ഭ്രൂണഹത്യ, കഠിനമായ ദേഹോപദ്രവം, അതിക്രമം, ഉപദ്രവം, അനുമതിയില്ലാതെ സ്വകാര്യ ദൃശ്യങ്ങളോ ഫോട്ടോകളോ ചിത്രീകരിക്കുക, പ്രസിദ്ധീകരിക്കുക തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും ട്രംപിന്റെ ആ ഒരു നിലപാട് അത് ഒന്നാമത്തെ പേജിൽ തന്നെയാണ് മാധ്യമം നൽകിയിരിക്കുന്നത്. സൈനിക ഉദ്യോഗസ്ഥ വെടിയേറ്റ് വരെ സംഭവം, മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം നിർത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. ആ വാർത്ത ഒന്നാമത്തെ പേജിൽ വളരെ പ്രാധാന്യത്തോടെ തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം വിദേശം വാർത്ത ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത് കീഴടങ്ങാനെത്തിയ പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം വധിച്ചു എന്നുള്ളതാണ് ഒരു വാർത്തയായി ഒന്നാമത്തെ പേജ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ വാർത്തയാണ്. ഉൾപേജിൽ അതിൻ്റെ കൂടുതൽ വാർത്തകൾ ഉണ്ടാകും. VC നിയമന ശുപാർശയിൽ നടപടിയില്ല, ഗവർണർക്ക് സുപ്രീം കോടതിയുടെ വിമർശനം എന്നുള്ള വാർത്ത മാധ്യമവും ഒന്നാമത്തെ പേജ് തന്നെ നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ ജസ്റ്റിസ് സുധാൻഷു ധൂലിയ ശുപാർശ നൽകിയിരുന്നു. അതിൽ തീരുമാനമെടുത്തിട്ടില്ല, അനിശ്ചിതമായി നീട്ടാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യം ആണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ പുടിൻ ഡിസംബറിൽ ഇന്ത്യയിലേക്ക് സന്ദർശനത്തിനായി എത്തുകയാണ്. ഡിസംബർ 4 അദ്ദേഹം എത്തും എന്നുള്ളതാണ് ആ ഒരു വാർത്തയും ഒന്നാമത്തെ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം 5 ദിവസം മഴ തുടരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഒന്നാമത്തെ പേജിൽ മാധ്യമം നൽകുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഉൾപേജിലേക്ക് വന്നാൽ ജബൽ ജയ്സിലേക്ക് വാരാന്ത്യ ബസ് സർവീസ് എന്നുള്ളതാണ് വാർത്ത. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളാണ് സർവീസ് നടത്തുക. UAE-യിൽ സന്ദർശകരുടെ ഇഷ്ടകേന്ദ്രമായിട്ടുള്ള റാസൽ ഖൈമയിലെ ജബൽ ജയ്സിലേക്ക് വാരാന്ത്യ ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. എന്തായാലും ആ വാർത്തയും ഒപ്പം തന്നെ നിരവധിയായിട്ട് ട്രാഫിക് നിർദ്ദേശങ്ങളുമായി ദുബായ് പോലീസ് രംഗത്ത് വന്നിരുന്നു. അതിൻ്റെ വാർത്ത ഇന്നലെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകിയിരുന്നു. ആ വാർത്തയും നൽകിയിട്ടുണ്ട്. ഒപ്പം UAE-യിൽ 250 കോടി ദിർഹമിൻ്റെ ഭവന പദ്ധതിക്കുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ആ വാർത്തയും ഈ പ്രാദേശിക പേജിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ തദ്ദേശാടനത്തിൽ നിരവധിയായിട്ടുള്ള ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ സമ്പന്നമാണ് ആ പേജുകളെല്ലാം തന്നെ എന്നുള്ളതാണ്. എഡിറ്റോറിയലിലേക്ക് വന്നാൽ ആശുപത്രികൾ ചൂഷണ കേന്ദ്രങ്ങളാകരുത് എന്നുള്ളൊരു നിലപാട് ആണ് അവരുടെ നിലപാട് പേജിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം GDP വളർച്ച പ്രതീക്ഷിച്ചതിലുമേറെ എത്തിയിട്ടുണ്ട്. ഇന്ത്യ സാമ്പത്തിക ശക്തിയിൽ വലിയ രീതിയിൽ മുന്നോട്ടുള്ള കുതിപ്പ് നടത്തുന്നു എന്നുള്ള വാർത്ത മാധ്യമം വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. ഒപ്പം സ്പോർട്സ് പേജിലും വളരെ കാര്യമായി തന്നെ നൽകിയിരിക്കുന്നു. തിരിച്ചുവരവ് മുഖ്യം എന്നുള്ള തലക്കെട്ടിൽ നാളെ മുതൽ ആരംഭിക്കാനിരിക്കുന്ന വൺ ഡേ മാച്ചിൻ്റെ വിവരങ്ങൾ നൽകിക്കൊണ്ടുള്ള വാർത്തകൾ നൽകിയിരിക്കുന്നു. പ്രസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.